ന്യായവും നീതിയും എല്ലാവർക്കും ഒരുപോലെ വേണ്ട ഒന്നാണ് അല്ലേ? ഒരാളുടെ ഭാഗം കേൾക്കാതെ അയാളെ ശിക്ഷിക്കരുത് എന്നത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ തന്നെ ഒരടിസ്ഥാന ശിലയാണ്. എന്നാൽ എല്ലാ സാഹചര്യത്തിലും ഈ നിയമം ഒരുപോലെ നിലനിൽക്കുമോ? ഒരാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ കാത്തുനിൽക്കാതെ തന്നെ നടപടിയെടുക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളുണ്ടോ? ഉണ്ട്. അത്തരം ചില പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ നൈസർഗിക നീതി അഥവാ നാച്ചുറൽ ജസ്റ്റിസ്? ഇതിന്റെ ആശയം വളരെ ലളിതമാണ്. മറ്റേ ഭാഗം കൂടി കേൾക്കുക. നിയമത്തിന്റെ ഭാഷയിൽ ഇതിനൊരു പേരുണ്ട്, ഓഡി ആൽറ്ററാം പാർട്ടം എന്ന്. കേൾക്കാൻ കുറച്ച് കട്ടിയാണെങ്കിലും സംഭവം സിമ്പിളാണ്. ആർക്കെതിരെ ഒരു നടപടി വരുന്നോ അവർക്ക് പറയാനുള്ളത് കേൾക്കാനും സ്വയം പ്രതിരോധിക്കാനും ഒരവസരം കൊടുത്തിരിക്കണം. ഇതാണ് ഏതൊരു നീതിന്യായ വ്യവസ്ഥയുടെയും അടിത്തറ. പക്ഷേ ഇവിടെയാണ് നമ്മുടെ പ്രധാന ചോദ്യം വരുന്നത്. ഇങ്ങനെ കേൾക്കപ്പെടാനുള്ള അവകാശമെന്നത് ഒരു ആബ്സല്യൂട്ട് റൈറ്റ് ആണോ? അതായത് ഇതിന് ഒരൊറ്റ ഒഴിവാക്കൽ പോലുമില്ലേ? നമുക്ക് നോക്കാം എപ്പോഴൊക്കെയാണ് ഈ അടിസ്ഥാന നിയമത്തിന് ഇളവുകൾ വരുന്നതെന്ന്. ഈ ഒഴിവാക്കലുകൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഒരു 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം കേൾക്കാനുള്ള അവകാശത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നോക്കും. പിന്നെ പൊതുനന്മയ്ക്ക് വേണ്ടി വരുമ്പോഴുള്ള സാഹചര്യങ്ങൾ. മൂന്നാമതായി നടപടിക്രമങ്ങൾ പ്രായോഗികമല്ലാത്ത അവസ്ഥകൾ. നാലാമത് നിയമം തന്നെ മാറ്റങ്ങൾ പറയുമ്പോൾ. അവസാനം ചില പ്രത്യേക പോളിസികളും കരാറുകളും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വിശദമായി നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഭാഗത്തിലേക്ക് വരാം, പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള ഒഴിവാക്കലുകൾ. ഇവിടെ ആശയം വളരെ വ്യക്തമാണ്. ചില സമയങ്ങളിൽ ഒരു വ്യക്തിയുടെ അവകാശത്തേക്കാൾ വലുതായി വരുന്നത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷയും നല്ല ഭാവിയുമായിരിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടിയന്തര സാഹചര്യങ്ങൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വലിയ അപകടം ഒഴിവാക്കാനോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനോ ഉടനടി ഒരു തീരുമാനമെടുക്കേണ്ടി വരുന്നു. അവിടെ ഓരോരുത്തരെയും വിളിച്ച് അവരുടെ ഭാഗം കേൾക്കാൻ കാത്തിരുന്നാൽ ചിലപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. അത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ഈ ഹിയറിംഗ് എന്ന നടപടിക്രമം ഒഴിവാക്കാം. ഇത് കൂടുതൽ ക്ലിയറാകാൻ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഏതു നിമിഷവും നിലംപൊത്താൻ പോകുന്നൊരു കെട്ടിടം, അത് പൊളിക്കാൻ നോട്ടീസ് കൊടുത്ത് ഹിയറിംഗ് നടത്തി കാത്തിരുന്നാൽ എന്താകും അവസ്ഥ? അതുപോലെ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കുമ്പോൾ പെട്ടെന്ന് ക്വാറന്റൈൻ പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലഹള പൊട്ടിപ്പുറപ്പെടുമ്പോൾ ക്രമസമാധാനം നിലനിർത്താൻ പോലീസ് എടുക്കുന്ന നടപടികൾ. ഇവിടെയെല്ലാം പൊതുസമൂഹത്തിന്റെ സുരക്ഷയ്ക്കാണ് ഒന്നാം സ്ഥാനം. ഇനി അടുത്തത് രഹസ്യ സ്വഭാവം നിലനിർത്തേണ്ട സാഹചര്യങ്ങളാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങൾ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കോടിക്കണക്കിന് വിലയുള്ള വാണിജ്യ രഹസ്യങ്ങൾ. ഇതൊന്നും എല്ലാവരെയും വിളിച്ച് ഒരു പൊതു ഹിയറിംഗിൽ വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ, അല്ലേ? അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് എപ്പോഴും ഹിയറിംഗ് പൂർണ്ണമായി ഒഴിവാക്കലല്ല. ചിലപ്പോൾ നടപടിക്രമങ്ങളിൽ ഒരു മാറ്റം വരുത്തുകയാവും ചെയ്യുക. ഉദാഹരണത്തിന്, വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടി എന്ന് പറയാതെ എന്താണ് നിങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ എന്ന് മാത്രം ചുരുക്കി പറയാം. അല്ലെങ്കിൽ ഹിയറിംഗ് എല്ലാവർക്കും മുന്നിൽ വെച്ച് നടത്താതെ ഒരു അടച്ചിട്ട മുറിയിൽ, അതായത് ഇൻ ക്യാമറ ഹിയറിംഗ് നടത്താം. അപ്പോൾ രഹസ്യം പുറത്തുപോവുകയുമില്ല, നടപടി നടക്കുകയും ചെയ്യും. മൂന്നാമത്തെ ഒഴിവാക്കൽ വരുന്നത് നിയമനിർമ്മാണത്തിലാണ്. ഒരു ഗവൺമെന്റ് ഒരു സംസ്ഥാനത്തെ മുഴുവൻ അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്നൊരു നിയമം കൊണ്ടുവരുന്നെന്ന് വിചാരിക്കുക. ആ നിയമം ബാധിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഓരോരുത്തരെയായി വിളിച്ചു കേൾക്കുക എന്നത് പ്രായോഗികമായി നടക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. ഇതിന് നല്ല ഉദാഹരണങ്ങളാണ് രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷണികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം. അത് പൊതുജനങ്ങളുടെ സമാധാനത്തിനു വേണ്ടിയാണ്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ട്രോളിംഗ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് ട്രോളിംഗ് നിരോധിക്കുന്നത് നമ്മുടെ കടലിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനാണ്. ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ വ്യക്തിപരമായ ഹിയറിംഗുകൾ സാധ്യമല്ല. ശരി, അപ്പോൾ പൊതുനന്മയുടെ കാര്യം നമ്മൾ കണ്ടു. ഇനി അടുത്തൊരു വിഭാഗം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഹിയറിംഗ് നടത്തുന്നത് പ്രായോഗികമായിരിക്കില്ല, അല്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യവും ഉണ്ടാവില്ല, വെറുമൊരു ചടങ്ങ് മാത്രമായി മാറും. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ ആദ്യത്തെ പോയിന്റാണ് താൽക്കാലികമായ മുൻകരുതൽ നടപടികൾ. ഏറ്റവും നല്ല ഉദാഹരണം സസ്പെൻഷൻ തന്നെ. ഒരു അന്വേഷണം തീരുന്നത് വരെ ഒരാളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഒരു ഫൈനൽ ശിക്ഷയല്ലല്ലോ, അല്ലേ? അത് അച്ചടക്ക നടപടികൾ സുഗമമായി നടക്കാനുള്ള ഒരു മുൻകരുതൽ മാത്രമാണ്. അതുകൊണ്ട് അത്തരം താൽക്കാലിക നടപടികൾക്ക് മുൻപ് വിശദമായ ഒരു ഹിയറിംഗ് നിർബന്ധമില്ല. ഇതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ് അഭയ്കുമാർ യാദവിന്റെ കേസ്. മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തിയതിന് ക്രിമിനൽ കേസ് നേരിട്ടൊരു സ്റ്റുഡന്റിനെ കോളേജ് സസ്പെൻഡ് ചെയ്തു. കോടതി പറഞ്ഞതിങ്ങനെയാണ്, ആ സസ്പെൻഷൻ ക്യാമ്പസിലെ സമാധാനാന്തരീക്ഷം നിലനിർത്താനുള്ള ഒരു മുൻകരുതൽ മാത്രമാണ്. അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു ഹിയറിംഗ് വെച്ചില്ല എന്നത് നിയമവിരുദ്ധമല്ല. അടുത്തത് രസമുള്ളൊരു ഐഡിയയാണ്.
നിയമത്തിൽ ഇതിനെ യൂസ്ലെസ് ഫോർമാലിറ്റി തിയറി അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത ഔപചാരികത എന്ന സിദ്ധാന്തം എന്ന് പറയും. സിമ്പിളായി പറഞ്ഞാൽ, ഒരു കാര്യം ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ലെങ്കിൽ വെറുതെ ഒരു ചടങ്ങിനു വേണ്ടി അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴാണ് ഒരു ഹിയറിംഗ് ഇങ്ങനെ ഒരു യൂസ്ലെസ് ഫോർമാലിറ്റിയായി മാറുന്നത്? പ്രധാനമായും 2 സാഹചര്യങ്ങളിലാണ്. ഒന്ന്, നിങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ നിങ്ങൾ തന്നെ സമ്മതിക്കുകയോ അല്ലെങ്കിൽ ആ വസ്തുതകളിൽ ഒരു തർക്കവും ഇല്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ. 2, നിയമപ്രകാരമുള്ള ശിക്ഷ എന്താണെന്ന് വളരെ വ്യക്തമാണ്, അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. ഈ സാഹചര്യങ്ങളിൽ ഒരു ഹിയറിംഗ് നടത്തിയാലും ഫലത്തിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ആ ഔപചാരികത ഒഴിവാക്കാം. ഓക്കെ, ഇനി നമ്മൾ 3ാമത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിയമം തന്നെ നേരിട്ട് പറയുകയാണ് ഈ പറയുന്ന നാച്ചുറൽ ജസ്റ്റിസിന്റെ നിയമങ്ങൾക്ക് എവിടെയൊക്കെ ഒഴിവാക്കലുകളുണ്ടെന്ന് നമുക്ക് നോക്കാം. അതായത്, ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ വ്യക്തമായി എഴുതി ചേർക്കാൻ പറ്റും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹിയറിംഗ് ആവശ്യമില്ല എന്ന്. എന്നാൽ ഒരു പ്രധാന കാര്യമുണ്ട്. കോടതികൾക്ക് മുന്നിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ ഈ ഒഴിവാക്കലുകൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിക്കും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. എപ്പോഴാണ് നമുക്കൊരാളെ കേൾക്കേണ്ട ആവശ്യം വരുന്നത്? നമ്മുടെ ഏതെങ്കിലും ഒരു നിയമപരമായ അവകാശം ലംഘിക്കപ്പെടുമ്പോഴാണ്. എന്നാൽ ഒരു നടപടിയിലൂടെ നിങ്ങളുടെ ഒരു നിയമപരമായ അവകാശവും ലംഘിക്കപ്പെടുന്നില്ലെങ്കിലോ? പിന്നെ അവിടെ ഒരു ഹിയറിംഗിന് ആവശ്യമില്ലല്ലോ. JR വോഹ്രയുടെ കേസെടുത്താൽ ഇത് ക്ലിയർ ആകും. ഡൽഹി റെന്റ് കൺട്രോൾ നിയമമനുസരിച്ച് ഒരു ലിമിറ്റഡ് ടെനൻസി, അതായത് ഒരു നിശ്ചിത കാലത്തേക്കുള്ള വാടക കരാർ, ആ കാലാവധി കഴിയുന്നതോടെ അവസാനിക്കും. അതിനുശേഷം ആ കെട്ടിടത്തിൽ തുടരാൻ വാടകക്കാരൻ നിയമപരമായി ഒരു അവകാശവുമില്ല. അതുകൊണ്ട് അയാളെ ഒഴിപ്പിക്കാൻ ഒരു ഹിയറിംഗിന്റെ ആവശ്യമില്ല. കാരണം അവിടെ അയാളുടെ ഒരു അവകാശവും ഹനിക്കപ്പെടുന്നില്ല. അടുത്തത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു തത്വമാണ് ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി, അതായത് അനിവാര്യതയുടെ സിദ്ധാന്തം. ചില സാഹചര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഒരേ ഒരാൾക്ക് ആ വിഷയത്തിൽ ഒരുപക്ഷെ പക്ഷപാതമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അയാൾ തന്നെ ആ തീരുമാനമെടുക്കേണ്ടി വരും. ഭരണചക്രം സ്തംഭിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണിത്. ഭോപ്പാൽ ഗ്യാസ് ദുരന്തത്തിന്റെ കേസ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവിടെ യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ സർക്കാരിനും ഒരു ചെറിയ ഓഹരി പങ്കാളിത്തമുണ്ടായിരുന്നു. എന്നിട്ടും ദുരന്തത്തിലെ ഇരകൾക്ക് വേണ്ടി കേസ് നടത്തിയത് കേന്ദ്ര സർക്കാരായിരുന്നു. സാങ്കേതികമായി നോക്കിയാൽ ഇതൊരു താൽപര്യ വൈരുദ്ധ്യമാണ്. എന്നാൽ ലക്ഷക്കണക്കിന് വരുന്ന എല്ലാ ഇരകളെയും ഒരുമിച്ച് പ്രതിനിധീകരിക്കാൻ സർക്കാരിനല്ലാതെ മറ്റൊരു സംവിധാനത്തിനും കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അനിവാര്യതയുടെ സിദ്ധാന്തമനുസരിച്ച് സുപ്രീം കോടതി ഇത് അനുവദിച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ അവസാനത്തെ ഭാഗത്തേക്കെത്തുകയാണ്. ഇവിടെ നമ്മൾ പെട്ടെന്ന് 2 കാര്യങ്ങൾ കൂടി നോക്കും: നയപരമായ തീരുമാനങ്ങളും കരാറുകളും. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് ക്രോഡീകരിക്കാം. അവസാനത്തെ 2 കാര്യങ്ങൾ. 1, കരാറുകൾ. 2 വ്യക്തികളോ സ്ഥാപനങ്ങളോ തമ്മിൽ ഒരു കരാറുണ്ടെങ്കിൽ അതിലെ നിബന്ധനകൾ വെച്ച് എടുക്കുന്ന തീരുമാനങ്ങളെ സാധാരണ കോടതിയിൽ നാച്ചുറൽ ജസ്റ്റിസിന്റെ പേരിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഗവൺമെന്റിന്റെ വലിയ നയപരമായ തീരുമാനങ്ങളും. ഉദാഹരണത്തിന്, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഹരി വിറ്റഴിക്കുന്നതുപോലുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ. അത് നിയമവിരുദ്ധമോ ഏകപക്ഷീയമോ അല്ലെങ്കിൽ ഞങ്ങളെ കേട്ടില്ല എന്നു പറഞ്ഞ് അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒരൊറ്റ നോട്ടത്തിൽ ഓർത്തിരിക്കാൻ ശ്രമിക്കാം. നമ്മൾ പ്രധാനമായും 4 ഗ്രൂപ്പുകളായിട്ടാണ് ഈ ഒഴിവാക്കലുകളെ കണ്ടത്. ഒന്നാമത്തത് പൊതുനന്മയും സുരക്ഷയും. അതിൽ വരുന്നതാണ് എമർജൻസി, രഹസ്യ സ്വഭാവം, നിയമനിർമ്മാണം എന്നിവ. രണ്ടാമത്തേത് നടപടിക്രമങ്ങൾ പ്രായോഗികമല്ലാത്തതുകൊണ്ട്. അതിൽ നമ്മൾ താൽക്കാലിക നടപടികളും യൂസ്ലെസ് ഫോർമാലിറ്റി തിയറിയും കണ്ടു. മൂന്നാമത്തെ കാരണം നിയമം തന്നെ അനുവാദം നൽകുമ്പോൾ. അവസാനമായി കരാറുകൾ, സർക്കാർ നയങ്ങൾ പോലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളും. ഈ 4 ഹെഡിങ്ങുകൾ ഓർത്തുവച്ചാൽ തന്നെ പ്രധാന പോയിന്റുകൾ ഓർമ്മയിൽ നിൽക്കും. തീർച്ചയായും ഭരണത്തിന്റെ വേഗതയ്ക്കും കാര്യക്ഷമതയ്ക്കും ഇത്തരം ഒഴിവാക്കലുകൾ ചിലപ്പോൾ വേണ്ടിവരും. പക്ഷേ ഇവിടെ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമുണ്ട്. അത്യാവശ്യത്തിന് വേണ്ടിയുള്ള ഈ ഒഴിവാക്കലുകൾ എപ്പോഴെങ്കിലും സാധാരണ നിയമമായി മാറുമോ? വ്യക്തിയുടെ അവകാശവും ഭരണകൂടത്തിന്റെ ആവശ്യങ്ങളും തമ്മിലുള്ള ഈ നേർത്ത വര, അത് നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുക? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.